പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ നിരവധി പ്രവർത്തകർക്കൊപ്പമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയത്. LR തഹസിൽദാരും ഉപഭരണാധികാരിയുമായ J. താജുദ്ദീൻ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. LDFന്റെ പ്രചരണം ഊർജിതമാണെന്നും പൂഞ്ഞാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഉണ്ടായതെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞു. PC ജോർജ് തന്നെയാണ് പ്രധാന എതിരാളിയെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കൂട്ടിച്ചേർത്തു. പ്രചരണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ഊർജിതമായും ഉഷാറായിട്ടും പോവുകയാണ്. ഇപ്പോൾ ശക്തമായ ഒരു എതിരാളി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പരാജയപ്പെടുത്തിയതാണ്. NDAയുടെ ഇതിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശക്തനായ എതിരാളി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മുൻ MLA തന്നെയാണ് പ്രധാന പ്രതിയോഗിയായി കാണാൻ കഴിയുന്നത്. പ്രധാനമായിട്ട് എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്? എന്തോ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തും പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? പ്രധാനമായും LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളാകെ ശ്രദ്ധിച്ചിട്ടുള്ളതും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റത്തിൻ്റെ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വിജയം സുനിശ്ചിതമാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. രാജേഷ്, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് തുടങ്ങിയവരും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.